ഹലോ. അപ്പോൾ ഇന്ന് എണീക്കാൻ ലേശം വൈകി, പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നല്ല, ഇന്ന് നമ്മൾ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസിലോട്ടാണ് പോണേ. കറക്റ്റായി പറയുകയാണെങ്കിൽ അവർ വാർ ടൈമിൽ ഉപയോഗിച്ചിരുന്ന ടണൽസും അതിൻ്റെ കുറേ മൊനുമെൻറ്റ്സും അവർ വാറിൻ്റെ എങ്ങനെയാണ് അവരുടെ രീതിയെന്നും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണിയായിരുന്നേ. വണ്ടി കയറി കുറച്ച് കഴിയുമ്പോഴേക്ക് രണ്ടുപേരും ഉറക്കം കഴിഞ്ഞിരുന്നു. പിന്നെ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 hours അടുത്ത് നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ സിറ്റിയൊക്കെ എല്ലാം വിട്ടു, ഹോച്ചിമിൻ സിറ്റി എല്ലാം വിട്ടു. പിന്നെ നമ്മൾ ഹൈവേ കയറിയപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ തന്നെ കുറേ പാടങ്ങളും കുറേ വയലുകളും കുറേ കൃഷിയുടെ ഇടങ്ങളൊക്കെ കൂടെ നമ്മൾ പാസ് ചെയ്ത്. ചില സമയത്ത് നമ്മളെ കേരളത്തിൻ്റെ സെയിം ലാൻഡ്സ്കേപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറേ മരങ്ങളും കുറേ റബ്ബർ മരങ്ങളും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് 1.5 hours ഉള്ളിൽ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. ഇവിടെ കുറേ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്കൊരു 1 മണി കഴിഞ്ഞ് വരുന്നേ. അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും വെയിൽ കൊണ്ട് കരിയുന്നു. ഇവിടെ എൻട്രി ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം. അപ്പം നേരെ തന്നെ ടിക്കറ്റ് കൗണ്ടർ പോയി ടിക്കറ്റ് എടുത്തു. ഇവിടെ പെർ പേഴ്സൺ എൻട്രി ചെയ്യണമെങ്കിൽ 90,000 വിയറ്റ്നാമി ഡോങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് വാങ്ങിച്ച് ഞങ്ങൾ നടന്നു. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറേ സുവിനിയേഴ്സും കുറേ എന്താ പറയുക വാറിൻ്റെ കുറേ സാധനങ്ങളും കുറേ ഗണ്ണുകളും പിന്നെ കുറേ എന്താ പറയുക യൂണിഫോംസും ടീഷർട്ട്സ് അങ്ങനെ കുറേ സാധനം ഡിസ്പ്ലേ ചെയ്തായിരുന്നു കേട്ടോ. കയറുമ്പോൾ തന്നെ നമുക്കിതൊക്കെ നോക്കാം, പിന്നെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. അപ്പം ഞങ്ങളിത് ഒന്ന് ജസ്റ്റ് നോക്കി പിന്നെ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നോക്കാമെന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. നേരെ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തു. ചേട്ടൻ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഞങ്ങളെ കയറ്റി. പിന്നെ അവരൊരു മാപ്പും തന്നിരുന്നു കേട്ടോ, ഈ അട്രാക്ഷൻ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളും ലേശം ടയേർഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉച്ച ടൈമാണ്. പിന്നെ ഇന്നലത്തെ കുറച്ച് ഹാങ് ഓവറുണ്ട്. അപ്പോൾ അതെല്ലാം കയറി. അപ്പോൾ നമ്മൾ ആ ഒരു ടണൽ കയറി വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു മൂഡ് ചേഞ്ച് ആയിരുന്നു. ഫുൾ ആംബിയൻസിൻ്റെ ഒരു മാറ്റം. കുറേ പഴയ ടൈപ്പിലുള്ള ഹട്ടുകളും ഈ ഓലോണ്ടൊക്കെ മേഞ്ഞുള്ള കുറേ ഹട്ടുകൾ, പിന്നെ കുറേ ബാംബൂസ്, മൊത്തം ഒരു ഗ്രീനറി ആയിരുന്നു. പക്ഷെ നല്ലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മളെ കൂടെ ഒരു ഗൈഡും അവർ പ്രൊവൈഡ് ചെയ്യും. ഇനി ഇങ്ങേരായിരിക്കും നമുക്ക് ഇവരെ ഹിസ്റ്ററി മൊത്തം നമുക്ക് നറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അയാളുടെ പിന്നാലെ നമ്മൾ നടന്നു. ഇങ്ങനെ കുറേ ഗൈഡുമാരുണ്ട് കേട്ടോ. ഒരു 4, 5, 6 കൂടെ ഒരു ഗൈഡ്, അങ്ങനെ ആ രീതിക്കാണ് ഇവർ പോണത്. അപ്പോൾ ഈ ചേട്ടൻ നമ്മളെ കുറേ ഒരു കാർഡ് പോലെ, ഇതൊരു കാർഡാണ് ആക്ച്വലി, ഒരു കാർഡിൻ്റെ ഒരു സെക്ഷൻ പോലെ കിടക്കണേ. അപ്പോൾ ചേട്ടൻ ഓരോ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പറയണേ. അവർ പറയണത് ചിലത് നമുക്ക് മനസ്സിലാൻ ബുദ്ധിമുട്ടുണ്ട്, സ്ലാങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നന്നായി പറഞ്ഞു തന്നിരുന്നു. അപ്പം ഇതേപോലെ ഒരു ടണലാണ് അവർ കാണിച്ചു തരുന്നത്. ഈ ഇങ്ങനത്തെ ടണലുകൾ ഇരുന്നിട്ടാണ് ഇവർ യുദ്ധം ചെയ്തത്. നമുക്ക് ഇതിൽ ഇറങ്ങി നോക്കാൻ പറ്റും ഇതിൻ്റെ ഡെപ്ത് എന്തോരുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണ് ആദ്യം ഇറങ്ങി നോക്കിയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇത് എടുത്തിട്ട് എന്നെ മൂടിയിട്ട് അവിടെ ഇരിക്കാൻ പറയും. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമുക്ക് റിമൈൻഡ് ചെയ്യാൻ പറ്റും അവരെങ്ങനെയാണ് സോൾജേഴ്സ് അവർ യുദ്ധം ചെയ്തിരുന്നതെന്നും അവരെങ്ങനെയാണ് ഫൈറ്റ് ബാക്ക് ചെയ്തിരുന്നതെന്നും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവർ നല്ല എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വാറിൻ്റെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാനും ഇങ്ങനെയൊക്കെ ഫൈറ്റ് ബാക്ക് ചെയ്യാനും കുറേ എഫേർട്ട് ഉണ്ടാവും, ഉറപ്പാണ്. എന്തായാലും ഇതൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര ഗ്ലാഡായിരുന്നു നമ്മൾ ഹിസ്റ്ററി അറിയുമ്പോൾ. അങ്ങനെ ഞങ്ങളും ഓരോരുത്തരായിട്ട് ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു, പിന്നെ പൊന്തി. ഇങ്ങനെ അവർ വീണ്ടും നമ്മൾ പല സെക്ഷനിലോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ ഓരോരോ ലാൻഡിൻ്റെ ഉള്ള ട്രാപ്പായിരുന്നു. നടക്കുന്ന വഴിയിൽ അവർ വെച്ചിരുന്ന ട്രാപ്പുകളും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് എന്നൊക്കെ ഈ ചേട്ടൻ നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിരുന്നു. ഇങ്ങനെ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ നടക്കുമ്പോൾ അങ്ങനെ തട്ടി നേരെ വീഴുന്നു, നേരെ ആ പോയിൻറ്റ്സിലോട്ട് വന്ന് അത് നമ്മൾ മരിക്കും. അങ്ങനത്തെ രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെ വീണ്ടും കുറേ ഉള്ളിലോട്ട് കുറേ വഴികളുണ്ട് കേട്ടോ. അതും ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് നമുക്ക് ഇവർ പറഞ്ഞു തരുന്നത്. അതും പിന്നെ ഈ ഒരു ടണൽസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 250 കിലോമീറ്റേഴ്സോളം ഇതിൻ്റെ എന്താ പറയുക മണ്ണിൻ്റെ അടിയിലൂടെ ടണലുണ്ടെന്നാണ് ഇവർ പറയണത്. അതും ഏകദേശം ഒരു 10 അടി താഴ്ചയിൽ. അതും ഒരാൾക്ക് ജസ്റ്റ് നിൽക്കാൻ പറ്റില്ല, ഇരുന്ന് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം കേട്ടോ അവർ ഇതെന്ന് പറയണത്. പിന്നെ അവിടെ നമ്മൾ നേരെ മുന്നോട്ട് പോയപ്പോൾ ഒരു ടാങ്ക് കണ്ടു കേട്ടോ.
ഭയങ്കര വലുപ്പമുള്ളൊരു ടാങ്ക്. ഞാനൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്നത്. അവിടെ നിന്ന് നടന്നു. പിന്നെ നമുക്കിത് ഓരോ ടൈപ്പ് ഓഫ് ട്രാപ്പുകളെ പറ്റിയിട്ട് അവിടെ അവർ ലാൻഡിൽ നിർമ്മിച്ചിരുന്ന ട്രാപ്പുകളെ പറ്റി അവർ പറഞ്ഞു തന്നു. അതിലിങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ വീഴും, ഇങ്ങനെ ഇതാണ് ഇന്ന ട്രാപ്പ്, ഇത് ഈ സാധനം ഡോർ ട്രാപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. അങ്ങനെ പിന്നെ ഇത് ഓരോ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെ പണിയെടുത്തിരുന്നു അതൊക്കെ കാണിക്കുന്ന സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. ഇവിടെ പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഷൂട്ടിംഗ് റേഞ്ചിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം, റിയൽ ബുള്ളറ്റ്സ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. ഞങ്ങൾക്ക് പിന്നെ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല. പിന്നെ നമുക്കൊരു അവരൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റിംഗ് ടൈം ഉണ്ട്. അങ്ങനെ ആ സമയത്ത് നമുക്ക് സുവീനിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇത് ആ സമയത്ത് അവർ കുക്ക് ചെയ്ത് തരുന്ന രീതിയും അവർ കഴിച്ചിരുന്ന ഫുഡിൻ്റെ രീതിയൊക്കെയാണ്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പേർച്ചേസും ചെയ്യാം കേട്ടോ. ഒരു സുവീനിയർ പോലെ കൊണ്ടു നടക്കാനും ഒരു ഓർമ്മ പോലെ ഒരു ജാക്കറ്റ്സ്, കുറേ ടീഷർട്ട്സ്, കുറേ തൊപ്പികൾ, പിന്നെ ചെരുപ്പ്. ഈ ചെരുപ്പ് ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ. ഇതവർ മറ്റേ ഈ ടയർ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഈ ടയർ കൊണ്ട് ഭയങ്കര എനിക്കത് നല്ല രസമായി തോന്നി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ അടുത്തൊരു ടണലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങേ. അപ്പോൾ ഈ ടണലിലേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് ഇറങ്ങി ഇത് കുറച്ച് അത്രയില്ല, ഒരു 100 മീറ്ററോളം 150 മീറ്ററോളം ഇത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു നോക്കാം. അപ്പോൾ ശരി, കുറേ പേര് ഇറങ്ങണ്ടായിരുന്നില്ല കേട്ടോ. മേ ബി അവർ സൈസൊക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷെ നമ്മളെന്തായാലും ഇറങ്ങി നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതേപോലെ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ വേണം ഇതിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആദ്യം ഒന്ന് എളുപ്പമായി തോന്നി, പിന്നെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 250 കിലോമീറ്റർ എന്നൊക്കെ ഇത്രയും ദൂരം എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ എന്തോരായിരിക്കും എന്ന് ആലോചിക്കണം. നമുക്ക് കുറച്ചെണ്ണം നീങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ആകെ ടയേർഡായി, കിതച്ച് പോയി. പക്ഷേ ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു പ്ലേസിലൂടെ ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ടുള്ള സമയത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാമെന്നാണ്. അങ്ങനത്തെ കുറേ ഒരു മൊമെൻറ്റ്സാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അതിൽ കൂടെ നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കയറിയപ്പോഴേക്കും ഞങ്ങൾ ലിറ്ററലി നന്നായിട്ട് ടയേർഡായി കേട്ടോ. കാരണം വെച്ചാൽ അത് നല്ല എഫേർട്ട് തന്നെ വേണം കേട്ടോ, നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഒരു ബാമ്പൂയിലൂടെ വെള്ളം പോകണ്ട കൈ കഴുകാനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതേപോലെ ഒരു ഡെസ്കിൻ്റെ മുകളിൽ അവർ കൊണ്ടിരുത്തി. അപ്പോൾ മനസ്സിലായി ഇത് എന്താ വെച്ചാൽ ഞങ്ങളെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വിയറ്റ്നാമീസ് ആ ടൈമിൽ വാർ ടൈമിൽ അവർ കഴിച്ചിരുന്ന ഫുഡിൻ്റെതാണ്. എനിക്ക് തോന്നുന്നു കപ്പയും പിന്നെ എന്താ പറയുക കടലേൻ്റെ ഒരു ഡിപ്പ് പോലത്തെ ഒരു സാധനം. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചായയും തന്നു. ഇതൊക്കെ അവർ സമയത്ത് യൂസ് ചെയ്ത് തരുന്നതും ആ സമയം അവർ കഴിച്ചിരുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കപ്പ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ നാട്ടിലുണ്ട് ഈ കപ്പ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കുറേ. അങ്ങനെ കുറച്ച് നേരം അവർ ആ ഫുഡൊക്കെ ഞങ്ങൾക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി 2 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയതല്ലേ കഴിച്ചു. അപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിരുന്നു. ഇതാണ് ഈ ഹോച്ചിമിൻ എന്ന് പറഞ്ഞ അവരുടെ ലീഡർ. ഈ ലീഡറാണ് മെയിനായിട്ട് ഇതിൻ്റെ എല്ലാം എന്താ പറയുക ബ്രെയിൻ എന്ന് പറയണത്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ തിരിച്ചു പോകാം. അപ്പോഴേക്കും ഓരോരുത്തർ ടയേർഡായി വരുന്നുണ്ട്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. വീണ്ടും ഇപ്പം നമ്മൾ കയറുമ്പോൾ കണ്ട ആ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി കണ്ടു എന്തൊക്കെയാണെന്നൊക്കെ. ഈ സമയം കൊണ്ട് തന്നെ രാഹുൽമാൻ നമുക്ക് തിരിച്ചു പോകാനുള്ള ഗ്രാബ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് സമയമ്പോഴേക്കും നമുക്ക് ഗ്രാബ് വന്നു. അപ്പോൾ ഗ്രാബാണ് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കൺവീനിയൻ്റ് ആയി തോന്നി കേട്ടോ. ഇതൊക്കെ കുറച്ച് ഔട്ടറിലോട്ടുള്ള പ്ലേസാണ്. അപ്പോൾ മേ ബി ബസ് ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിൻ്റെ പേരിന് ഏകദേശം ഫെയർ തന്നെ ഞങ്ങൾക്ക് ഗ്രാബിന് വന്നോളൂ. ഞങ്ങൾ ഗ്രാബ് എടുത്ത് പോകുന്ന വഴി നൈസായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ആ 1 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റി വീണ്ടും എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു പഴയ പോസ്റ്റ് ഓഫീസും പിന്നെ അതിനോട് ചേർന്ന് ഒരു ചേർച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ചേർച്ച് ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ അത്യാവശ്യം കുറേ ആൾക്കാർ ഈ ഏരിയയിലുണ്ട് കേട്ടോ. ഈ നല്ല ഭംഗിയുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പഴയൊരു പോസ്റ്റ് ഓഫീസും പഴയ എന്തൊരു മൊനുമെൻ്റൊക്കെയാണ്. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ പോസ്റ്റ് ഓഫീസ് ഓൾറെഡി ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് ഈ സമയത്ത് കയറ്റുന്നില്ലാന്ന് എന്തോ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പം ജസ്റ്റ് ഇതേ ഉള്ളിൽ കൂടെ നോക്കി ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ചുറ്റിനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ ഈ പള്ളിയിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അവിടെ എന്തോ പ്രേയേഴ്സൊക്കെ പോവാം. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ആൾക്കാരൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ശരി, അതിൻ്റെ ചുറ്റിനും ഞങ്ങൾ കുറേ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി സ്ട്രീറ്റിലൂടെ നടക്കാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഭക്ഷണം കഴിക്കണം, കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്ത് കഴിക്കണം, നല്ലൊരു ഹോട്ടലൊക്കെ തിരഞ്ഞ് ഞങ്ങൾ നടന്നു. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ള കുറേ ഗാർഡൻ. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഈവനിങ് കഴിഞ്ഞിരുന്നു കേട്ടോ, 4:30-5 മണി കഴിഞ്ഞിരുന്നേ. കുറേ പേര് ഇത് ഈവനിങ് ടൈം റെസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നടക്കുന്ന വഴി ഞങ്ങളൊരു വാക്കിംഗ് ഫുഡ് സ്ട്രീറ്റ് കണ്ടു. ഓക്കെ, അത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റോഡ് സൈഡിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഇതിൻ്റെ ഉള്ളിൽ, റൂഫിൻ്റെ ഉള്ളിൽ കുറേ ഫുഡ് വെഞ്ചേഴ്സ്. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി കടന്നു പറഞ്ഞ് എന്തൊക്കെയാണ്. അപ്പോൾ രാഹുൽ മോനൊരാഗ്രഹം വെറൈറ്റി എന്തെങ്കിലും പിടിക്കണം. എന്നാൽ ശരി, ഇന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചു. ചില വെറൈറ്റികളൊന്നും നമുക്ക് തീരെ പറ്റില്ല കേട്ടോ, കാരണം വെച്ചാൽ നമുക്കത് എങ്ങനെ എഫക്റ്റ് ചെയ്യും നമുക്കറിയാത്തതുകൊണ്ട് നമ്മളത് കഴിച്ചില്ല. ഓക്കെ, വീണ്ടും ഞങ്ങൾ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിൽ കുറേയൊക്കെ. ആയിക്കോട്ടെ, എന്നാൽ ശരി, എന്താണെന്ന് നോക്കി വീണ്ടും ഞങ്ങൾ മൊത്തത്തിലൊന്ന് കറി. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം ഓസ്ട്രിച്ചിൻ്റെ മറ്റേ ഒട്ടകപ്പക്ഷിയില്ലേ, അതിൻ്റെ മീറ്റൊക്കെ ചൂസ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇനി ഞങ്ങൾ പോണത് എങ്ങനെ വെച്ചാൽ ഒരു സ്ട്രീറ്റിലോട്ടാണ്. അവിടെയാണ് നമുക്ക് പിങ്ക് ചർച്ചൊക്കെ ഉള്ളത്. അപ്പോൾ പിങ്ക് ചർച്ചൊക്കെ കാണാം. പിന്നെ ആ സ്ട്രീറ്റിൽ കുറേ ബ്രാൻഡഡ് ഷോറൂംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാൽ നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നാൽ ശരി, കുറച്ച് ഷോപ്പിംഗ് കൂടി ആവാം. കാരണം വെച്ചാൽ ഇന്ന് രാത്രി കൂടി നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലുള്ളൂ. അതിനുശേഷം നമ്മൾ നാളെ ദനാങ്ങിലോട്ട് പോകും. ദനാങ് അവിടെ നിന്ന് നേരെ ഹോയാൻ, അതായിരുന്നു നമ്മളെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പിങ്ക് ചർച്ച് ഒന്ന് കാണണം, പിന്നെ ആ സ്ട്രീറ്റും ഒക്കെ ഒന്ന് കാണണം. അപ്പം നമ്മളവിടെ ഇറങ്ങി. ഇതാണ് പിങ്ക് ചർച്ച്. അവിടെയും പ്രശ്നം എന്താ വെച്ചാൽ അവിടെയും പ്രയേഴ്സ് നടക്കുമായിരുന്നു, ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ശരി, കുഴപ്പമില്ല, വന്നതല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കയറി. അവിടെ ഇവിടെയൊക്കെ കയറി. അത്യാവശ്യം നല്ല ഓഫേഴ്സ് പോകുന്നുണ്ടായിരുന്നു. അത് നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ റീലെടുക്കാമെന്ന് വെച്ചു, അത് വീണ്ടും വളി. അങ്ങനെ ഇത് ഹൈലാൻഡ് കോഫി. ഇവിടെ വിയറ്റ്നാമിൽ നമ്മൾ കുറേ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ശരി, ഒരു ഹൈലാൻഡ് കോഫി ട്രൈ ചെയ്യാമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി അവിടുത്തെ ബെസ്റ്റ് എന്താണെന്ന് നോക്കി. ബിക്കോസ് വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ കോഫിക്ക് ഭയങ്കര ഫേമസ് ആട്ടോ. ഇവർക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫിലൊരു പാർട്ടാണ്. അങ്ങനെ ഞാൻ കോൾഡ് കോഫി കുടിച്ചു, രാൽമ എക്സ്പ്രസ്സോ കുടിച്ചു. അങ്ങനെ ഞങ്ങളതെല്ലാം ട്രൈ ചെയ്തു. നല്ല കോഫിയും നല്ല കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് ഇന്ന് നല്ല ടയേർഡാണ് ടണലൊക്കെ പോയി. ശരിക്കും നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നല്ല ഹിസ്റ്ററി അല്ലേ, നമുക്ക് പല ഇതും കാണാനും പറ്റി. അങ്ങനെ ഇന്നത്തെ നമ്മൾ പയ്യെ അവസാനിപ്പിക്കുകയാണ്. ഇനി പോയി നല്ല റെസ്റ്റ് എടുക്കണം. നാളെ രാവിലെ തന്നെ നമുക്ക് ഒരു 12 മണിക്ക് ഫ്ലൈറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ റൂമിലോട്ട് നടക്കുകയാണ്. അപ്പോൾ വീണ്ടും സ്ട്രീറ്റ് ഇപ്പോഴും ഫുൾ ഓണാണേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ബൈ പറയാൻ സമയമായി. അപ്പോൾ എന്നാൽ ശരി, അടുത്ത ദിവസം അടുത്ത വ്ളോഗ് കാണാം. ഓക്കെ, ബൈ.